ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള മഹിളാ സമഗ്ര സൊസൈറ്റിയിലും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലും കൂടാതെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. അപ്പോൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം പാലക്കാട് ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. കേരള നോളജ് ഇക്കോണമി മിഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്ന എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീ ജിടെക് മീനാക്ഷിപുരം കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ സഹകരണത്തോടെ കോയമ്പത്തൂരിൽ പ്രവർത്തിക്കുന്ന HDB ബാങ്കിന്റെ ടെലികോളർ ഒഴിവിലേക്ക് അഭിമുഖം നടത്തുന്നുണ്ട്. മീനാക്ഷിപുരം ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനിൽ ഡിസംബർ 7 രാവിലെ 10 മണിക്കാണ് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക. ബിരുദമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ശമ്പളം 25,000 രൂപയാണ് ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കേരള മഹിളാ സമഗ്ര സൊസൈറ്റിയുടെ നിയന്ത്രണത്തിൽ വനിതാ ശിശു വികസന വകുപ്പിന്റെ സഹായത്തോടെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആഫ്റ്റർ കെയർ ഹോമിൽ ഹോം മാനേജർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിന് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. MSW അല്ലെങ്കിൽ MA സോഷ്യോളജി അല്ലെങ്കിൽ MA സൈക്കോളജി അല്ലെങ്കിൽ MSc സൈക്കോളജിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ താല്പര്യമുള്ള വനിതാ ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം ഡിസംബർ 17 രാവിലെ 10:30 കേരള മഹിളാ സമഗ്ര സൊസൈറ്റിയുടെ സംസ്ഥാന ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കേരള മഹിളാ സമഗ്ര സൊസൈറ്റിയുടെ കാസർഗോഡ് ജില്ലയിലെ മഹിളാ ശിക്ഷൺ കേന്ദ്രത്തിൽ അഡീഷണൽ ടീച്ചർ തസ്തികയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികൾക്കായി വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. അപേക്ഷകർ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം ഡിസംബർ 12 രാവിലെ 11 മണിക്ക് കാസർഗോഡ് നീലേശ്വരം ചായൂത്ത് പ്രവർത്തിക്കുന്ന കേരള മഹിളാ സമഗ്രയുടെ ജില്ലാ ഓഫീസിൽ നടക്കുന്ന വാക്കിൻ ഇന്റർവ്യൂവിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കേരള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന് കീഴിൽ മലപ്പുറം ജില്ലയിലെ പടിഞ്ഞാറ്റുമുറി MIFM ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന കാവൽ പ്ലസ് പദ്ധതിയിലെ കേസ് വർക്കർ വനിതാ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നും സാമൂഹ്യ പ്രവർത്തനത്തിലുള്ള ബിരുദാനന്തര ബിരുദമാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സ്പെഷ്യലൈസേഷൻ ഒഴിച്ച് മറ്റെല്ലാ സ്പെഷ്യലൈസേഷനും പരിഗണിക്കുന്നതാണ്. കൂടാതെ സോഷ്യൽ വർക്ക് മേഖലയിൽ 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം 2024 ഡിസംബർ 7 5 മണിക്കകം FAZFRIPRO@gmail.com എന്ന വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ തന്നെ താനൂർ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSC വിഭാഗത്തിൽ നോൺ വൊക്കേഷണൽ ഇംഗ്ലീഷ് ടീച്ചർ സീനിയർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഡിസംബർ 9 രാവിലെ 11 മണിക്ക് ഇന്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.